ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ വർഗവും വർഗ്ഗമൂലവും അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമ്മൾ വർഗ്ഗം കാണേണ്ടത്, വർഗ്ഗത്തിൽ സാധാരണ വരുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒക്കെ കുറച്ച് പറഞ്ഞിരുന്നു. അത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡായി നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വർഗ്ഗമൂലവും എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നതായിരിക്കും. പക്ഷെ അതിനു മുമ്പ് വർഗ്ഗത്തിൽ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. അതായത് താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് പൂർണ്ണവർഗമായിട്ടുള്ള സംഖ്യ. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. എന്നിട്ടൊരു നമ്പർ തന്നിരിക്കുകയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ 3223, രണ്ടാമത്തെ ഓപ്ഷൻ 4464, മൂന്നാമത്തെ ഓപ്ഷൻ 2425, നാലാമത്തെ ഓപ്ഷൻ 1600. അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പൂർണ്ണമായിട്ടുള്ള വർഗ്ഗമാവുന്ന സംഖ്യ എന്ന് പറയുന്നത് 1600 ആണ് എന്ന്. കാരണം 40ൻ്റെ സ്ക്വയറാണ് 1600. പക്ഷെ നമുക്ക് വേറെ മെത്തേഡിലൂടെ ഇപ്പോൾ ഈ 3 എന്നും പറയുന്ന സംഖ്യ അത് നമ്മൾ നോക്കുകയാണ്. 0ൻ്റെ സ്ക്വയർ എത്രയാണ്? 0. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ ലാസ്റ്റ് താക്കാതാണ് 6 ആണ് വരുന്നത്. 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49. അപ്പോൾ ലാസ്റ്റ് താക്കം 9 ആണ് വരുന്നത്. 8ൻ്റെ സ്ക്വയർ 64, 9ൻ്റെ സ്ക്വയർ 81. അപ്പോൾ ഈ ലാസ്റ്റിലെ അക്കങ്ങൾ നോക്കിയാൽ അറിയാം നമുക്ക് സ്ക്വയറായിട്ട് വരുന്ന സംഖ്യകൾ, പൂർണ്ണമായിട്ടുള്ള വർഗ്ഗമായിട്ട് വരുന്ന സംഖ്യകളുടെ അവസാനത്തെ അക്കം 0, 1, 4, 6, 9 ഇങ്ങനെയൊക്കെ 0, 1, 4, 5, 6, 9 ഈ സംഖ്യകൾ മാത്രമേ പൂർണ്ണവർഗമായിട്ട്, അതായത് അവസാനത്തെ അക്കം ഇങ്ങനെ വരുന്ന ഒരു സംഖ്യകൾ മാത്രമേ പൂർണ്ണവർഗമായിട്ടുള്ള സംഖ്യകളാവുകയുള്ളൂ. അതേസമയം 3, 7, 8, 2 ഇങ്ങനെയുള്ള സംഖ്യകൾ വന്നാൽ അവ എന്താണ്? അവ പൂർണ്ണമായിട്ടുള്ള സംഖ്യകളല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ എന്ത് പറയാം? ഒന്നാമത്തെ ഓപ്ഷന് തെറ്റാണെന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 4464 അത് നമുക്ക് പൂർണ്ണവർഗമാണോ? അതങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ 4 സംഖ്യകളാണുള്ളത്. 4 സംഖ്യകളാകുമ്പോൾ നമ്മുടെ ഇതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നതിൽ 2 സംഖ്യകളാണ് ഉണ്ടാവുക. ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ n അക്കങ്ങളുള്ള സംഖ്യകളുണ്ട്. n അക്കങ്ങളുള്ള ഒറ്റ സംഖ്യ ഉണ്ട് വെച്ചാൽ അതിൻ്റെ വർഗ്ഗമൂലത്തിന് n/2 അക്കങ്ങളായിരിക്കും ഉണ്ടാവുക. അതായത് 4 അക്കങ്ങളുള്ള ഒരു ഇരട്ടയായിട്ടുള്ള സംഖ്യ, 4 അക്കങ്ങളുള്ള ഒരു സംഖ്യയ്ക്ക് എന്ത് സംഭവിക്കും? അവയ്ക്കുള്ള വർഗ്ഗമൂലം എന്ന് പറയുന്നത് 2 അക്കങ്ങളെ ഉണ്ടാവുള്ളൂ. അതേസമയം 6 അക്കങ്ങളുള്ള ഒരു സംഖ്യ എന്ന് വെച്ചാൽ അവയുടെ വർഗ്ഗമൂലത്തിന് 3 അക്കങ്ങളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ 8 അക്കങ്ങളുള്ള ഒരു സംഖ്യയ്ക്ക് 4 അക്കങ്ങളുള്ള സംഖ്യയായിരിക്കും വർഗ്ഗമൂലം ഉണ്ടാവുക. ഇനി വേറൊരു കേസ്, ഇനി ഒറ്റ സംഖ്യകളാണ് വയ്ക്കുക, ഒറ്റ അക്കങ്ങളുള്ള സംഖ്യകളാണ് വയ്ക്കുക. അപ്പോൾ ഒറ്റ അക്കങ്ങളുള്ള സംഖ്യകളാണ് വെച്ചാൽ അവയ്ക്ക് എങ്ങനെയായിരിക്കും? അവയുടെ കൂടെ 1 കൂട്ടുക. ഇപ്പോൾ 3 അക്കമാണ് വെച്ചാൽ അവയുടെ കൂടെ 1 കൂട്ടിയാൽ എത്ര വരും? 4. അതിൻ്റെ പകുതി എത്ര വരും? 2. അപ്പോൾ 2 അക്കമായിരിക്കും 3 അക്കങ്ങളുള്ള സംഖ്യകളുടെ വർഗ്ഗമൂലം എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത് 3 അക്കങ്ങളിലെ മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത് 100 ആണ്. അപ്പോൾ അതിൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 10 ആണ്. അപ്പോൾ 2 അക്കങ്ങളാണ് 10-നുള്ളത്, 3 അക്കമാണ് 100-നുള്ളത്. അപ്പോൾ ഒറ്റ അക്കങ്ങളുള്ള സംഖ്യകളുടെ വർഗ്ഗമൂലത്തിൽ എത്ര അക്കങ്ങളുണ്ടാവും? ആ ഒറ്റ അക്കം പ്ലസ് 1 കൂടി കൂട്ടുക. അപ്പോൾ വരുന്ന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും വർഗ്ഗമൂലത്തിൽ ഉണ്ടാകുന്ന അക്കങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 4464 എടുക്കണം. 4464 എടുക്കുന്ന സമയത്ത് നമുക്കറിയാം അതിൽ 2 അക്കങ്ങളായിരിക്കും വർഗ്ഗമൂലം ഉണ്ടാകുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഖ്യയ്ക്ക് വർഗ്ഗമൂലം ഉണ്ടാകുമോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 4 വരുന്ന ക്രൈറ്റീരിയ ആകെ 2-ലാണ് വരുന്നത്. 2-ലും 8-ലുമാണ് നമ്മൾ വരുന്നത്. അതായത് 32, 42, 52 അല്ലെങ്കിൽ 38, 48, 58 അങ്ങനെയൊക്കെ ആയിരിക്കും ആ സംഖ്യകൾ വരികയുള്ളൂ. ഇനി 4464 ഞാൻ എടുത്തിരുന്നല്ലോ. അപ്പോൾ ഈ 44 4400
4400 തൊട്ട് താഴെ വരുന്ന സ്ക്വയർ ഏതായിരിക്കും? ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മളൊരു 40 എടുക്കണം. 40 എടുത്താൽ എത്ര വരുന്നത്? 1600 വരുന്നുള്ളൂ. 50 എടുത്താൽ എത്ര വരും? 2500 വരും. 60 എടുത്താൽ എത്ര വരും? 3600 വരും. 70 എടുത്താൽ എത്ര വരും? 70 എടുത്താൽ 4900 വരും. അപ്പോൾ ഇങ്ങനെ വരിക. അപ്പോൾ ഈ 44 64 പറയുന്നത് എവിടെ കിടക്കുന്നത്? 3600നും 4900നും ഇടയിലല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ 4464ന്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് 60നും 70നും ഇടയിലുള്ള സംഖ്യ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 4 വരണമെങ്കിൽ 4 അറ്റത്ത് വരണമെങ്കിൽ എന്തായിരിക്കണം? ആ സംഖ്യയുടെ വർഗ്ഗമൂലം ഒന്നില്ലെങ്കിൽ 2 ആയിരിക്കണം, അല്ലെങ്കിലോ അത് 8 ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ക്രൈറ്റീരിയ വരുന്നത് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ 62 ആയിരിക്കാം, അല്ലെങ്കിൽ 68 ആയിരിക്കാം. 62 ആകുമ്പോൾ എത്രയാണ്? 2 4 2 + 2 4 4 6 24 സിസ്റ്റം 2 6 6 36 38 38 44 വരുന്നത്. ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. 2 4 2 2 4 + 4 × 6 24 സിസ്റ്റം 2 6 6 36 38 3844. പിന്നെ 68ന്റെ ആണെങ്കിലോ 8 64 സിസ്റ്റം 6 8 8 16 16 × 6 16 × 6 എത്രയാണ്? 60 96 96 102 സിസ്റ്റം 10 6 6 36 10 46. അപ്പോൾ 4624. അപ്പോൾ ഈ ഒരു സംഖ്യ 44 64 എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? ഈ ഒരു സംഖ്യ പൂർണ്ണസംഖ്യയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതാണ് 24 25. നമ്മൾ ഈ 5ന്റെ സ്ക്വയർ വരുന്ന നമ്മൾ നോക്കുക. അപ്പോൾ 15. 15ന്റെ സ്ക്വയർ എത്രയാണ് വരിക? അപ്പോൾ 15ന്റെ സ്ക്വയർ എത്ര വരിക? 225 വരിക. അപ്പോൾ എന്താണ്? ലാസ്റ്റ് 25 ആയിരിക്കണം. ഇവിടെ ആ ഒരു ക്രൈറ്റീരിയ സഹായിക്കുന്നുണ്ട്. 25 ആണെങ്കിലോ 625 ആയിരിക്കും. അപ്പോൾ ഏതൊരു സംഖ്യയുടെയും ലാസ്റ്റ് 25 വരണം. അപ്പോൾ 5ൻ്റെത് പറഞ്ഞാൽ 5 ആയിട്ടല്ല എടുക്കേണ്ടത്, 25 ആയിട്ടായിരിക്കും വരിക. ഒരു സംഖ്യ പൂർണ്ണവർഗ്ഗമാണെങ്കിൽ 5 അതിൻ്റെ അവസാന അക്കം വയ്ച്ചാൽ അതിന് തൊട്ട് മുമ്പ് 2 ഉണ്ടാവും. അതായത് 25 എന്നുള്ളതായിരിക്കണം ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. അതുമാത്രമാണ് 5 ക്രൈറ്റീരിയ അല്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണ്. നമ്മൾ നോക്കി 25നെ 625. 35 ആണെങ്കിൽ എന്ത് വരും? നമ്മൾ 3 × 4 3 × 4 എഴുതിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ 25 ചേർക്കുന്നത്. അപ്പോൾ 3 4 12 1225. 45 ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? 4 5 20 25 അങ്ങനെയാണ് എഴുതുക. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള 2 അക്കങ്ങൾ, ഇപ്പോൾ 24 25ൽ 25 വിട്ടിട്ട് ബാക്കിയുള്ള സംഖ്യകൾ എന്ന് പറയുന്നത് 2 അടുത്തടുത്ത സംഖ്യകളുടെ ഗുണനഫലമായിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. 1 × 2 2 2 × 3 6 3 × 4 12 4 × 5 20 5 × 6 30. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയയിൽ 24 എന്ന് പറയുന്ന സംഖ്യ ഇതിലൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഓപ്ഷനും എന്തല്ല? വർഗ്ഗമൂലം പൂർണ്ണമായ വർഗ്ഗമല്ല. പിന്നെ നാലാമത്തേതാണ് 1600. അത് വർഗ്ഗം കറക്റ്റ് പൂർണ്ണവർഗ്ഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 40ന്റെ സ്ക്വയർ ആണ് 1600. ഇനി ഇതിൽ തന്നെ വേറൊരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ ഒരു സ്ക്വയർ പൂർണ്ണമാണെങ്കിൽ 0 ഉണ്ടെങ്കിൽ 0 ഒരു സംഖ്യ വരുന്നത് വെച്ചാൽ അതിൻ്റെ തൊട്ടു മുമ്പുള്ള സംഖ്യയും 2 0 ഉള്ള സംഖ്യകൾ മാത്രമേ പൂർണ്ണവർഗ്ഗമാവുകയുള്ളൂ. ഇരട്ട അക്കങ്ങളുള്ള 0 അക്കം വരണം, എന്നാലേ 0ത്തിൽ എന്ത് വരികയുള്ളൂ? ഒരു സംഖ്യ പൂർണ്ണ വർഗ്ഗമായിട്ടുള്ള സംഖ്യ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ 1640 ഇടുകയാണ്. 1640 അല്ലെങ്കിൽ 4280 ഇങ്ങനെ ഒറ്റ പൂജ്യങ്ങൾ ഇട്ടാൽ അവ ഒരിക്കലും പൂർണ്ണവർഗ്ഗമാവുകയില്ല. ഒരു സംഖ്യ പൂർണ്ണവർഗ്ഗമാണ് വെച്ചാൽ അതിൻ്റെ അറ്റത്തുള്ള 0 അക്കങ്ങൾ അവ ഇരട്ടിയായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. 0 അറ്റത്ത് വരുന്നത് വെച്ചാൽ ഇരട്ടിയായിട്ടുള്ള 0 വരുന്ന സംഖ്യകൾ മാത്രമേ എന്താവുകയുള്ളൂ? പൂർണ്ണ വർഗ്ഗമാവുകയുള്ളൂ. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ തരികയാണ്.
താഴെ പറയുന്നവയിൽ പൂർണ്ണവർഗമായിട്ടുള്ള സംഖ്യ ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ തന്നു 1428. രണ്ടാമത്തെ ഓപ്ഷൻ തന്നു 1156. മൂന്നാമത്തെ ഓപ്ഷൻ തന്നു 2480. നാലാമത്തെ ഓപ്ഷൻ തന്നു 3625. അപ്പോൾ ഇങ്ങനെ ഒരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം 1428 എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു സംഖ്യ പൂർണ്ണവർഗമാവണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അറ്റത്തിലുള്ള സംഖ്യകൾ എന്ന് പറയുന്നത്? 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം, അല്ലെങ്കിൽ 4 ആവാം, അല്ലെങ്കിൽ 9 ആവാം, അല്ലെങ്കിൽ 5 ആകാം, അല്ലെങ്കിൽ 6 ആകാം. പക്ഷേ 3, 7, 8, 2 ഇവ പൂർണ്ണവർഗമാവുകയില്ല. ആ ഒരു ക്രൈറ്റീരിയ വയ്ക്കുമ്പോൾ തന്നെ അറ്റത്തെ അക്കം 1428 8 കൊണ്ട് തന്നെ ഇതൊരു പൂർണ്ണവർഗമല്ല. അപ്പം നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തത് 1156. അപ്പോൾ അതിൽ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൂർണ്ണവർഗമാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിത് പൂർണ്ണവർഗമാണോ എന്ന് കണ്ടുപിടിക്കാൻ ചെയ്യണം, വർഗ്ഗമൂലം കണ്ടുപിടിക്കാം. ഈ വർഗ്ഗമൂലം കണ്ടുപിടിക്കാനുള്ള ശരിക്കുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? 1156 ആണ്. അപ്പോൾ ഈ സംഖ്യകളെ രണ്ട് സംഖ്യകളാക്കിയിട്ട് തരംതിരിക്കുക. അപ്പോൾ 11ഉം 56ഉം വരും. അതിങ്ങനെ എഴുതുക. അതിനുശേഷം 11ന് തൊട്ട് താഴെ അല്ലെങ്കിൽ 11 വരുന്ന പൂർണ്ണവർഗമായിട്ടുള്ള സംഖ്യ ഏതാണ് നോക്കുക. അപ്പോൾ നമുക്കറിയാം 11ന് തൊട്ട് താഴെയുള്ള പൂർണ്ണവർഗം എന്ന് പറയുന്നത് എത്രയാണ്? 3 9 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 3 എഴുതുക. 3 9 അതങ്ങനെ ഇറക്കിയിടുക. അപ്പോൾ സിസ്റ്റം എത്ര വരും? 11 9 കമ്മിയാക്കിയാൽ 2 വരും. ബാക്കിയുള്ള രണ്ട് സംഖ്യകൾ താഴെ ഇടുക. അപ്പോൾ എത്ര? 256 ക്ലിയർ ആവുണ്ടല്ലോ. അപ്പോൾ ഈ മൂന്നിൻ്റെ ഇരട്ടിയായിട്ടുള്ള സംഖ്യ എഴുതുക. എത്ര എഴുതുക? 6. ഇനി ഇവിടെ ഒരു സംഖ്യ വരുന്നുണ്ട്. ഇപ്പോൾ ഈ അറ്റത്ത് എന്താ വന്നിരിക്കുന്നത്? 6 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നിലേക്ക് 4 16 4 അല്ലെങ്കിൽ 6 ആയിരിക്കും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സംഖ്യകൾ എന്ന് പറയുന്നത്. 3 3 6 എഴുതി. പിന്നെ അടുത്ത ഒരു സംഖ്യ അതെന്തായിരിക്കണം? ഈ ഒരു സംഖ്യ അതേ സംഖ്യ തന്നെ ഇവിടെ എഴുതുകയും ഇവ പൂർണ്ണമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും വേണം. അതായത് 4 16 6 4 24 256. അപ്പോൾ കമ്മിയാക്കുമ്പോൾ 0 വരുന്നുണ്ട്. അപ്പോൾ 34 എന്നാണ് ഇതിൻ്റെ ആൻസർ. അതായത് നമ്മൾ ഇവിടെ താഴെ എഴുതി 256 എന്ന് എഴുതി. ഈ 3ൻ്റെ ഇരട്ടിയായിട്ടുള്ള സംഖ്യ ഇവിടെ എഴുതുക. പിന്നെ അടുത്ത സംഖ്യ എഴുതുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? അത് ഇവിടെയും എഴുതണം, ഇവിടെയും എഴുതിയിട്ട് ഗുണിക്കണം. ഗുണിച്ചിട്ട് താഴെ എഴുതുക. എന്നിട്ടാണ് ബാക്കിയുള്ള സിസ്റ്റം എഴുതേണ്ടത്. അപ്പം ഞാനിത് ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമുക്കൊരു അടുത്തൊരു സംഖ്യ എടുക്കാം. 12544. ഈ ഒരു സംഖ്യേൻ്റെ വർഗ്ഗമൂലമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വർഗ്ഗമൂലം കണ്ടുപിടിക്കേണ്ടത് ആദ്യമായിട്ട് ഈ സംഖ്യകളെ ഇരട്ടിയായിട്ടുള്ള റൈറ്റിൽ നിന്നും നമ്മൾ രണ്ടക്കങ്ങളുള്ള സംഖ്യകളുടെ ഗ്രൂപ്പായിട്ട് തരംതിരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സംഖ്യയെ വലത്തു നിന്നും രണ്ടക്കങ്ങളുള്ള സംഖ്യകളുടെ ഗ്രൂപ്പായിട്ട് തരംതിരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ഈ ലാസ്റ്റ് തരംതിരിച്ചിരിക്കുന്ന സംഖ്യ ഏതാണെന്ന് നോക്കുക. അപ്പോൾ 1 ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ 1ന് തൊട്ട് താഴെയുള്ളതോ 1 ആയിട്ട് വരുന്ന അതിൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ മേലെയും 1 എഴുതുക, ഈ സൈഡിലും 1 എഴുതുക. അപ്പോൾ 1 വരും. നമ്മൾ എന്ത് ചെയ്തു? 1 -1 0. പിന്നെ അടുത്ത സംഖ്യ എഴുതി 25. അടുത്ത രണ്ടക്കങ്ങൾ നേരെ താഴെ എഴുതി. ഇവിടെ ഉള്ള 1ൻ്റെ നേരെ ഇരട്ടിയായിട്ടുള്ള സംഖ്യ ഇവിടെ എഴുതുക. അപ്പോൾ എത്ര വരും? 2 വരും. ഇനി ഞാൻ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണോ, അതായത് ഇവിടെ ഏത് സംഖ്യ എഴുതിയാലാണോ അതേ സംഖ്യ കൊണ്ട് ഇതിനെ കൊണ്ട് ഗുണിച്ചാൽ, ഈ സൈഡിലുള്ള സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്ത് ചെയ്യണം? ഈ 25നേക്കാൾ താഴെ വരണം. അപ്പം ഞാൻ ഇവിടെ 3 എടുക്കുകയാണ് വയ്ക്കാം. 3 എടുത്ത് എന്ത് സംഭവിക്കും? ഇവിടെയും 3 എടുക്കേണ്ടി വരും. 3 9 വരും. 3 2 6. അപ്പോൾ ഈ 3 എടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 2 എടുത്തു. അപ്പോൾ 2 എടുത്ത് എന്താ? 2 4.
2 4 44. അപ്പോൾ ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. അതായത് എന്താ ഞാൻ പറഞ്ഞത്, ഈ സംഖ്യയുടെ ഇരട്ടി എടുക്കുക, പിന്നെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ എടുത്ത് അതേ സംഖ്യ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലും എഴുതി നമ്മൾ എന്ത് ചെയ്യണം, ഈ സംഖ്യ കൊണ്ട് ഇതിനെ രണ്ടിനെയും ഗുണിക്കണം. അപ്പോൾ 1 1 1 2 2. ഈ ഒരു സംഖ്യ വരുന്നുണ്ടല്ലോ, ഈ ഒരു സംഖ്യ നമ്മൾ എഴുതിയിരിക്കുന്ന സംഖ്യനേക്കാൾ താഴെയായിരിക്കണം, നമ്മൾ സാധാരണ ഹരിക്കുന്ന പോലെ തന്നെ. അപ്പോൾ എത്ര വരും? 25 - 21 വരും. അപ്പോൾ 4 വരും. ബാക്കിയുള്ള രണ്ട് സംഖ്യകൾ ഇറക്കി വിടുക. അപ്പോൾ എത്ര വരും? 444 വരും. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് സംഖ്യകളുടെ മേലുള്ള രണ്ട് സംഖ്യകളുടെ ഇരട്ടി നമ്മൾ താഴെ എഴുതണം. അപ്പോൾ എത്ര എഴുതി? നമ്മൾ 22 എഴുതി. 11ന്റെ ഇരട്ടി 22 എഴുതി. ഇനി ഒരു സംഖ്യ എഴുതണം. ഇനി ആ ഒരു ഒറ്റവാക്കുള്ള സംഖ്യ അത് എന്ത് ചെയ്യണം? അത് വന്നിട്ട് ഈ സംഖ്യയുടെ, അതായത് ബാക്കി നമ്മൾ സിസ്റ്റമായിട്ട് എഴുതിയ സംഖ്യയുടെ താഴെയായിട്ട് വരുന്നതോ അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ട് വരുന്ന സംഖ്യ കൊണ്ട് എഴുതിയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതാം? നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. നമ്മൾ 2 എഴുതിയാൽ ഇവിടെയും 2 എഴുതുക, എന്നിട്ട് ഇവ മൊത്തം ഗുണിക്കണം. അപ്പോൾ 2 × 2 4, 2 × 2 4, 2 × 2 4. അപ്പോൾ സിസ്റ്റം 0 വരും. അപ്പോൾ 112ൻ്റെ 112 12544ൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത്. അപ്പോൾ 12544ൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് 112 ഇനി അടുത്തൊരു ഓപ്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് 2480 അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ 0 ലാസ്റ്റിലാക്കമായിട്ട് വരുന്ന സംഖ്യകളിൽ എന്തായിരിക്കും ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? ആ 0 അക്കങ്ങൾ, 0 വരുന്ന അക്കങ്ങളുടെ എണ്ണം അത് ഇരട്ടിയായിരിക്കണം എപ്പോഴും. ഇവിടെ ഒറ്റ 0 ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇതൊരു പൂർണ്ണവർഗമല്ല. അപ്പോൾ എന്താണ് ക്രൈറ്റീരിയ? 0 വരുന്ന സംഖ്യകളിൽ എന്താണ്? ലാസ്റ്റത്തെ അക്കം 0 വരുന്ന സംഖ്യകളിൽ 0 അക്കങ്ങൾ ഇരട്ടിയായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒറ്റ 0 ഉള്ളു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഒരിക്കലും പൂർണ്ണവർഗമാവുകയില്ല. അങ്ങനെ മൂന്നാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി നാലാമത്തെ ഓപ്ഷൻ എന്താണ്? 3625. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 5ൻ്റെ സ്ക്വയർ വരണം വെച്ചാൽ എന്താണ് ക്രൈറ്റീരിയ? 25. 5ൻ്റെ അപ്പുറം തൊട്ടടുത്ത് എന്തായിരിക്കും? ലാസ്റ്റിലെ അക്കം 5 ആണ് വെച്ചാൽ അതിന് തൊട്ട് മുമ്പിൽ 2 ഉണ്ടാവണം, ഒന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തേത് 25 ഒഴികെയുള്ള സംഖ്യകളുടെ ഇത് എന്ന് പറയുന്നത് തൊട്ടടുത്ത സംഖ്യകളുടെ ഗുണനഫലമായിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ 1 2 2 3 6 4 12 4 5 20 5 6 30 6 7 42. അപ്പോൾ ഇതിലറിയാം 36 പറയുന്നത് ഇങ്ങനെ ഒരു സംഖ്യയായിട്ട് വരുന്നില്ല. അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് 36 വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പൂർണ്ണവർഗമല്ല. അപ്പോൾ ഇതിലെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമുക്ക് അടുത്ത കണക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ 8836 ഈ സംഖ്യയുടെ വർഗ്ഗമൂലം എത്ര? അപ്പോൾ ഓപ്ഷൻ തന്നിരിക്കുന്നത് എത്രയൊക്കെയാണ്? 84, 86, 94, 96. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വർഗ്ഗം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്ക് ശരിക്കുള്ള മെത്തേഡ് ആദ്യം ചെയ്താലോ? ശരിക്കും വർഗ്ഗമൂലം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ചെയ്യാം. 88 36. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം റൈറ്റ് സൈഡിൽ നിന്നും 2 അക്കങ്ങളുള്ള സംഖ്യകളാക്കി പിരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? 88ഉം 36ഉം നമ്മളിങ്ങനെ ഹരിക്കാനുള്ള പോലെ ഹരിച്ചിട്ട് നമ്മൾ 88ൻ്റെ തൊട്ട് താഴെയോ അല്ലെങ്കിൽ 88ന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന സ്ക്വയർ എത്ര വരിക? അതായത് 8 64, 9 9 81. അപ്പോൾ 88ൻ്റെ താഴെയായിട്ട് സ്ക്വയർ ആയിട്ട് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 9ൻ്റെയാണ്. അപ്പോൾ 9 9 81. 10 ആണെങ്കിലും അത് 100 ആവും. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 9 എടുത്തു. അപ്പോൾ ഇവിടെ എഴുതി. അപ്പോൾ 9 9 81 എന്ന് എഴുതി. സിസ്റ്റം എത്ര വരുന്നത്? സിസ്റ്റം 7 വരികയാണ്. പിന്നെ ബാക്കിയുള്ള രണ്ട് സംഖ്യ 736 അങ്ങനെ തന്നെ എഴുതി. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യണം? ഈ 9ൻ്റെ ഇരട്ടിയൊക്കെ നമ്മൾ ഇവിടെ എഴുതണം. അപ്പോൾ 9ൻ്റെ ഇരട്ടി എത്രയാണ്? 18. ഇനി ഏത് സംഖ്യ കൊണ്ട് ഇവിടെ എഴുതിയാലാണ് അതേ സംഖ്യ നമ്മൾ ഇവിടെയും എഴുതണം. എന്നിട്ട് ഇതിനെ ഇവിടം കൊണ്ട് ഗുണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള സംഖ്യ, അതായത് ഈ
ഈ സംഖ്യയേക്കാൾ താഴെയായിട്ടുള്ള സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ 94 എഴുതി. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? ഇവിടെ 94 തന്നെ എഴുതണം, 4 തന്നെ എഴുതണം. എന്നിട്ട് ഈ 4നെ ഇവിടെയുള്ള ഈ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരിക? 16, 4 32 33, സിസ്റ്റം 3, 1 4 4 3 7 736. അപ്പോൾ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആൻസർ എത്രയാണ്? 94 ആൻസർ. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ എക്സാമിലൊക്കെ നമുക്ക് ഇത്രയും സമയം എടുത്തിട്ട് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം 88 36. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുക. ഇവിടെ ഓപ്ഷൻ തന്നിട്ടുള്ളത് 84 86 തന്നിട്ടുണ്ട്, 94 96 തന്നിട്ടുണ്ട്. അവസാനത്തെ അക്കം 6 വരുന്നത്. അപ്പോൾ 4 16, 6 36. അപ്പോൾ ഇത് രണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. വലത്തേറ്റത്തേക്കും 4 അല്ലെങ്കിൽ 6 വരാനുള്ള ചാൻസ് കറക്റ്റാണ്. ഇനി അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തുള്ള അക്കമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 88 36. അപ്പോൾ 80ന്റെ സ്ക്വയർ എത്ര വരും? 80ന്റെ സ്ക്വയർ വരിക 64 2 0. അപ്പോൾ 6400ന്റെ മേലെയാണ് വെച്ചാൽ മാത്രമേ 80ന്റെ മേലേക്കുള്ള സംഖ്യകൾ വരുള്ളൂ. ഇനി അടുത്ത് നമ്മൾ എടുക്കുക 90. 90ന്റെ സ്ക്വയർ എത്രയാണ്? 99 81 2 0. അപ്പോൾ 8836 ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം 90ന്റെ മേലെയാണ് ഈ സംഖ്യ എന്നുള്ളത്. അടുത്ത് എന്ത് ചെയ്യണം? 95ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 95ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 5ന്റെ 25. 9ന്റെ എത്രയാണ്? 9 × 10 90 വരും. 9025 വരും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലായി 90ന് 8100 വരും. 95 പറഞ്ഞാൽ 9025 വരും. ഇതിൻ്റെ ഇടയിലാണ് ഈ സംഖ്യ. അപ്പോൾ 88 36 എന്ന് പറയുന്നത് 94 ആയിരിക്കും വരിക എന്ന് നമുക്ക് അനുമാനിക്കാം. നമുക്ക് ഒന്നുമല്ല എന്നുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നേരെ 94ലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ബബിൾ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.